ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു ഓണമൊക്കെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ്ടേ. വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, പിന്നെ കുഞ്ഞുനൂത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ ഓണം ഇത്തവണ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തവണത്തേക്ക് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെന്താ പറയുക, എല്ലാം അതിൻ്റേതായ രീതിക്ക് ചെയ്തു എന്നൊരു ഒരു സംതൃപ്തിയുണ്ട് മനസ്സിൽ. നമുക്കല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഓരോരോ ഫങ്ഷൻസൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അത് ചെയ്യണമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഓണത്തിന് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, അതിനൊരു ഇട നമ്മൾ കൊടുത്തില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിക്ക് തന്നെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ആ കുറവുകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സംതൃപ്തി കണ്ടെത്തുക അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനിമുത്തും എല്ലാവരുമായിട്ട് അമ്പലത്തിലൊക്കെ പോയതാണേ. തിരിച്ചു വന്നിട്ടൊരു ഇതിൻ്റെ ഫോട്ടോയും എന്താ പറയുക ഷോർട്സൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോസ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നന്ദും തമ്പുരും എല്ലാവരും ഉള്ളത് കാരണം നല്ല രസം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവരോട് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറഞ്ഞ് രണ്ടാളും കൂടി ഓരോരോ സെറ്റപ്പുകളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ദയ നിൽക്കണ ഒരു പനച്ചെടി ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് നമ്മുടെ വെല്ലിച്ചിൻ്റെ വീട്ടിലെ മോൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ വന്നപ്പം എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പാത്രങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഹോം ഡെക്കറായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതും ഒരു ബുദ്ധനെയാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. അപ്പോൾ ബുദ്ധനെ വെക്കാനായിട്ടൊരു സ്പേസിന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ മരത്തണലിലൊക്കെയാണല്ലോ അല്ലേ. പക്ഷേ ഇവിടെ മരത്തണലിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറുമ്പി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പം കുഞ്ഞിനുമുത്തിനെ ചുമ്മാ ബ്ലാക്ക് ഇടിച്ചതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ അനിയത്തി എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയപ്പോൾ കുഞ്ഞിനുമുത്തിനൊരു ബ്ലാക്ക് ഷർട്ടിൻ്റെ ഒരു കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷേ കുഞ്ഞുണിക്കൂട്ടൻ അടിപൊളിയായിരുന്നു, ഓണക്കോടി സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ കുഞ്ഞുണിക്ക് ഭയങ്കര ഇഷ്ടമായി. അവന് ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇഷ്ടക്കേട് വരും കേട്ടോ. അപ്പോൾ നമ്മളോട് അത് ഊരാനായിട്ട് പറയും. പക്ഷെ ഇത്തവണ അത് പറഞ്ഞില്ല. അവന് ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു. കാരണം ഒരു എന്താ പറയുക, ഓവർ സൈസ് ഒരു ബനിയനും നല്ലൊരു ട്രൗസറും കിട്ടിയിട്ടുണ്ടായിരുന്നേ. സാധാരണ കുഞ്ഞുനുമുത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രൗസർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ കാലിന് നീളം ഉണ്ടാവില്ല, കാലിന് നീളം ഉള്ളതിന് അരവണ്ണം ഒക്കൂല, കാരണം അവൻ സ്ലിം ആണല്ലോ. പക്ഷെ ഇത്തവണ നല്ല അടിപൊളിയായിട്ട് തന്നെ അതെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ആ ക്രീം കളർ തന്നെ ഞാൻ തപ്പി നടന്നിട്ടാണ് കേട്ടോ അത് കണ്ടുപിടിച്ചത്. കാരണം കുഞ്ഞിനുമുത്തിന് നല്ല ചേർച്ചയുണ്ടായിരുന്നു ആ ക്രീം കളർ. നിങ്ങൾ ഫസ്റ്റത്തെ ഫോട്ടോയും വീഡിയോയും കണ്ടിട്ടുണ്ടാവില്ലേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ, അതായിരുന്നു ഓണക്കോടിയെ. അപ്പോൾ അത് ഒരു ബ്ലറായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് രൂപത്തിലെടുത്തത് ഇങ്ങനത്തെ വീഡിയോയിലേക്ക് ആക്കി മാറ്റിയപ്പോൾ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി പോയി കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ബ്ലറായിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഷോർട്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കുഞ്ഞിനുമുത്തെ രാവിലെ ചുമ്മാ പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ആളെല്ലോടെ അർമാദിച്ച് നടക്കും. പിന്നെ എന്താ പറയുക, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കുഞ്ഞിനുമുത്തിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പുറത്തിറങ്ങി പോകാനായിട്ടാണ് ഒരു മുഖമൊക്കെ വീർത്തിരിക്കുന്നത്. കാരണം ആൾക്ക് എപ്പോഴും പുറത്ത് പോയിരിക്കണം കേട്ടോ. അതിങ്ങനെ വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ വേറൊരു ഷേപ്പായില്ലേ കുഞ്ഞിനുമുത്തിന്. എനിക്കാണെങ്കിൽ ഇങ്ങനെ മുടി പറ്റ കെട്ടത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കുഞ്ഞിനുകുട്ടൻ്റെ. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തിക്കൊണ്ട് വന്ന മുടിയായിരുന്നു. ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മുടി ഇങ്ങനെ വീണ് കിടക്കണ ടൈപ്പിൽ അങ്ങനെ ആക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെയായിരുന്നല്ലോ ഒരു കുറേ വട്ടം വെട്ടിക്കൊണ്ടിരുന്നത്. കാരണം കടയിൽ പോയി വെട്ടിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ വെട്ടി വന്നു കഴിയുമ്പം അതൊക്കെ അവർക്കൊരു എന്താ പറയുക, വെട്ടിക്കളയേണ്ടതാണ് എന്നൊരു തോന്നലുണ്ടാവും ആ മുടിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ വരുത്തി ആ മുടി വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ മുടി വെട്ടാൻ പോയത് അച്ചാച്ചനും അച്ഛയും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ രണ്ടുപേരും അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാനിങ്ങനെ എന്താ പറയുക, അവരോട് പറഞ്ഞില്ല കേട്ടോ. അവർക്കത് മനസ്സിലാവുന്ന ഒരു തോന്നലായിരുന്നു ഉള്ളിൽ വന്നത്. പക്ഷെ അവരത് പോയി പറ്റ വെട്ടിച്ചിട്ട് വന്നേ. എന്നാലും കുഴപ്പമില്ല, മുടിയല്ലേ, വളരുമല്ലേ. എപ്പോൾ കടയിൽ പോയി വെട്ടിയാലും ഈ ഒരു അവസ്ഥയിലായിട്ട് മാറും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഒരു കുറുമ്പി അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടേ. ഇത്തവണത്തെ ഓണത്തിന് ഇങ്ങനെ ഞങ്ങളൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഫുഡ് പുറത്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം കുഞ്ഞിനെക്കൊണ്ട് വലിയ നമുക്ക് പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ വന്നത് പിന്നെ ആദ്യത്തെ ഓണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ കൂടാമെന്ന് പറഞ്ഞിട്ട് ആൾ പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഓർഡർ കൊടുത്തേക്കാം. കാരണം അതാവുമ്പോൾ 24 കൂട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് വലിയ റേറ്റും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ
ഓർഡറൊക്കെ കൊടുത്തതേ ഇതാണ് കേട്ടോ. ഓർഡർ കൊടുത്തിട്ട് വരുന്ന പെട്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു തമ്പുരും കുഞ്ഞുണിമുത്താണെങ്കിൽ പോലും എല്ലാ കറികളും കൂട്ടി ഇങ്ങനെ ഫുഡ് കഴിച്ചത് എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ല കേട്ടോ. കാരണം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇവർക്ക് സെലക്റ്റീവാണേ. തമ്പുരുവിന് പ്രത്യേകിച്ചും കുഞ്ഞുണിമുത്തിനും അതേ കേട്ടോ. കുഞ്ഞുണിമുത്തിനും പച്ചക്കറി അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എന്താണല്ലോ നല്ല ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം അത്ര ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നു ഇനി നമുക്ക് ഇങ്ങനെ കൊടുത്താലോ. കാരണം ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ഒപ്പിക്കണ്ടേ. ആ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വരുമ്പോഴത്തേനും ഈ ഒരു റേറ്റ് തന്നെ ചിലപ്പോൾ ഇത് കൂടുതലാവും. പിന്നെ നമ്മുടെ കഷ്ടപ്പാട് വേറെ. കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ മക്കളുണ്ടല്ലോ, അവരുടെ മൂഡ് എപ്പോഴാണ് തെറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ സദ്യ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു കറക്റ്റ് സമയത്ത് നമ്മൾ വീട്ടിൽ കഴിക്കണ പോലെ ആ ഒരു അരമണിക്കൂർ കഴിയട്ടെ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് നമുക്ക് കഴിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ഓണം ഇവിടെ ഉണ്ടാവാറില്ല. ഒന്നെങ്കിൽ നമ്മൾ എൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ തറവാട്ടിൽ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 1 or 2 ഓണോ വിഷു ഒക്കെയാണ് നമ്മൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ കൂടിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഓണം അവിടെ തന്നെ കൂടുമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നേ. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ടല്ലോ. അപ്പോൾ നമ്മൾ വല്യമ്മേനെ വിളിച്ചുകൊണ്ട് വരികയാണ്. വല്യമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെക്കൊണ്ട് അച്ഛൻ്റെ അമ്മയാണേ. അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പിയായിട്ട് നമ്മളെടുത്ത് കൊടുത്ത് ഓണക്കോടിയൊക്കെയാണ് കേട്ടോ ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതേ കുഞ്ഞിനുമുത്ത ഇലയൊക്കെ ചുരുട്ടി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കൂടെ ചുമ്മാ ഇരുത്തിയതാണ്. അവന് ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റേതായ രീതിയിൽ കഴിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മടിയിലിരുത്തി വാരി കൊടുക്കുവാണേ. പിന്നെ ഞാൻ എണീറ്റ് പോയപ്പോഴത്തേനും അവിടെ ആളങ്ങോട്ട് കിടക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ അൻവിമോളാണെങ്കിൽ എല്ലാവരുടെ ഇലയിൽ നടന്ന് വാരി എറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ആൾക്ക് കഴിക്കാനല്ല താല്പര്യം, നശിപ്പിക്കാനാണ് താല്പര്യം. ആ പ്രായമാണല്ലോ അല്ലേ. എനിക്കാണെങ്കിൽ അൻവിമോൾ ഇങ്ങനെ വാരി നടക്കുന്ന കാണുമ്പോൾ പൂക്കളം എൻ്റെ എല്ലാ ദിവസത്തെയും പൂക്കളം അൻവിമോൾ നശിപ്പിച്ച് കളയാണ് കേട്ടോ ചെയ്തത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ആ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ആ പൂക്കളം അവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കളം ഇട്ടിട്ട് പോയി നോക്കുമായിരുന്നു. നമ്മൾ വാതിൽക്ക് നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പക്ഷെ അൻവിക്കുട്ടി ഇങ്ങോട്ട് എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നടുക്കായിരിക്കും അതിൻ്റെ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ദൈവം ഇത് വൈകുന്നേരം വരെ ഒന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ദിവസം പോയിട്ടപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഓർത്തു ഇത്തിരി നേരം കൂടി കിടന്നുറങ്ങുമായിരുന്നു, അത് കുറച്ച് നേരം കൂടി കാണാമായിരുന്നല്ലോ. എന്തായാലും അന്നത്തെ ദിവസം ആൾ അതിലൂടെ പലവട്ടം പാസ് ചെയ്ത് പോയി. പക്ഷേ അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം നമ്മുടെ ആ പൂക്കളം ഇരുന്നു. പിന്നെ ഞാൻ തന്നെ അത് വാരിക്കളയാണ് കേട്ടോ ചെയ്തത്. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസത്തെ മാത്രം ആളത് അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അമ്മയല്ല കേട്ടോ, നന്ദും തമ്പുരും എല്ലാവരും കൂടിയാണ് ഇട്ടത്. അന്ന് രാത്രിയിൽ ഞങ്ങൾ ഡ്രസ്സ് തയ്ച്ച് എന്താ പറയുക, തമ്പുരുകൂടൻ്റെ ഒരു പാവാട നമ്മുടെ നന്ദു സ്നേഹപൂർവ്വം തേക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത് തേച്ച് മുഴുവൻ ഓട്ടയാക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ അത് അവൾ കാണത്തില്ലായിരുന്നു. നല്ല ഇരുട്ടുള്ളൊരു സ്ഥലത്ത് നിന്നിട്ടാണ് ആൾ തേച്ചത്. അപ്പോൾ അതിനങ്ങനെ മൊത്തത്തിൽ ഹോൾസ് വന്നപ്പോൾ തമ്പുരു ആകെ ഡൗൺ ആയിപ്പോയി. എനിക്ക് അങ്ങനെ പിള്ളേർ വിഷമിച്ചിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ടിട്ടാണല്ലോ പിറ്റേന്ന് രാവിലെ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, ഒന്നും ചെയ്യാൻ പാടില്ല, ചോറുണ്ടതിന് ശേഷമേ ക്ലീനിങ് ഒക്കെ നടത്താൻ പാടുള്ളൂ എന്നേ. ഓണത്തിൻ്റെ ദിവസം മാത്രം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരോട് പൂക്കളത്തിൻ്റെ പരിപാടി നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ പോയിരുന്നു തയ്ച്ചു കേട്ടോ. എൻ്റെ പഴയതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ വെട്ടി വീണ്ടും ഞാനൊരു പാവാടയൊക്കെ തയ്ച്ചു കൊടുത്തു എല്ലാവർക്കും. അൻവിമോൾക്കും എനിക്കും എല്ലാവർക്കും ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചു കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ നമ്മളിടുമ്പം നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. കാരണം നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ശരിക്കും എൻ്റെ മനസ്സിലെ പ്ലാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, സദ്യ കഴിക്കേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോളിന് അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നു, ഇലയിടുന്നു, ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നു. ഇനി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നേ അങ്ങനെ ഒന്ന് എല്ലാവരുമായിട്ട് ഇരിക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് വരാൻ വേണ്ടിയിട്ട് താമസിച്ചു കേട്ടോ. ഇവർ ഹോട്ടലിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഇടിയായിരുന്നെന്ന് പറഞ്ഞേ. എല്ലാവരും ഇങ്ങനെ ഓർഡർ കൊടുത്തേക്കായിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി കുറച്ച് വൈകി. അപ്പോൾ എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പം വല്യമ്മയും പിന്നെ അങ്ങനെ അച്ഛനും എൻ്റെ അച്ഛനും ഇവിടുത്തെ അച്ഛൻ എല്ലാവരും ഇങ്ങനെ ടേബിളിലിരുന്നു, ചെയറിലിരുന്നു, ടേബിളിൽ സദ്യ വിളമ്പി. അങ്ങനെ അവരവിടെ സെറ്റായി, ഇവിടെ പിള്ളേർ സെറ്റായി. ഞങ്ങൾ അന്നേരം ഇരുന്നില്ല. അങ്ങനെ പല പ്രാവശ്യമായിട്ടാണ് കഴിച്ചത്. ഞാനിങ്ങനെ പറയുമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഒന്നിച്ച് ഇങ്ങനെ വിളമ്പി വെച്ചിട്ടേ എല്ലാവർക്കും കൂടി കഴിക്കാമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് സെറ്റാക്കണം, ഇത്തവണ ഇങ്ങനെ പോകട്ടെ അല്ലേ. അപ്പോൾ കുഞ്ഞിനുമുത്തനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടോ. അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ ആൾ വാ തുറന്ന് തരൂലേ. നമ്മളിപ്പോൾ ഒരു വാ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാ മേടിക്കും, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ വാ തുറക്കില്ല. പക്ഷേ ഇത്തവണ ആൾക്ക് ഇഷ്ടമായിട്ടോ.
അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി, മക്കളെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടപ്പോഴേ. അപ്പോൾ അൻവിക്കുട്ടിക്ക് ഇല ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, ഇപ്പം ഇടണ്ട, ഇവർ കുറച്ച് കഴിക്കട്ടെ, കാരണം അവളുടേത് വാരി എറിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവരുടേതിലേക്ക് ചെന്ന് ചാടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും അമ്മമാരും എല്ലാവരും ഇല ഇങ്ങനെ ഇലയിൽ വിളമ്പിക്കൊണ്ട് നടക്കുന്നതിൻ്റെ തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുറുമ്പീനെ അനിയത്തി പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൻ്റെ ഓണവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ പിന്നെ വീഡിയോയിലും കാണുന്നുണ്ടല്ലോ അത്യാവശ്യം. പിന്നെ കുഞ്ഞിനുകുട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സംഗീത സാറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതായിരുന്നല്ലോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് 4, 5, 6 ആ ദിവസങ്ങളിലൊക്കെ അവധിയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് പോകാനും പറ്റില്ലായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞിനുകുട്ടിൻ്റെ അച്ഛനിരിക്കുന്ന ബാങ്കിൽ ഈ ഓണച്ചന്താന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് മാറി നിൽക്കാൻ എന്താണെങ്കിലും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത സെക്കൻഡ് സാറ്റർഡേ വരുവാണല്ലോ. അപ്പോൾ ആ സമയത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം കിട്ടുമല്ലോ. അപ്പോൾ കുഞ്ഞിനുമുത്തിൻ്റെ വിശേഷം എന്ന് പറയാൻ ഇതൊക്കെയാണ്. പിന്നെ ഒരു സങ്കടകരമായ കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഞാൻ കുഞ്ഞിനുമുത്തിനെ സ്കൂളിൽ വിടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനുമുത്തിന് എവിടെ നിന്നെങ്കിലും ഒരു ജലദോഷം വരും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയായിരുന്നു, പനി വന്ന് കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ എന്നാൽ സ്കൂളിൽ ചെല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഓണത്തിൻ്റെ പരീക്ഷയൊക്കെ അല്ലേ, അപ്പോൾ ആ സമയത്ത് കൊണ്ടുവിട്ടേ അവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് സ്കൂൾ തുറന്നിട്ട് ആദ്യ ദിവസം തൊട്ട് വരണം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ സന്തോഷിച്ചിരിക്കുമായിരുന്നേ, ഓണം കഴിയുമ്പോൾ തന്നെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടണം. കാരണം കുറേ ദിവസമായില്ലേ, കുറേ നാളുകളായില്ലേ അവനിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ സ്കൂളിൽ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ഓണത്തിൻ്റെ പിറ്റേ ദിവസം എവിടുന്നോ ഒരു പനി. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ, ആർക്കും പനിയോ ജലദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പകരാനാണെങ്കിൽ പോലും. കുഞ്ഞുണിമത്തിന് മാത്രം എവിടെ നിന്നെങ്ങാണ്ടൊരു പനി വന്നു. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ലാണ്ടായിപ്പോയി. പിന്നെ തുടക്കത്തിൽ തന്നെ ഇവിടെ മരുന്ന് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും കൊടുക്കണ്ട, നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മളെങ്ങനെയാണെന്നറിയോ, പല സമയത്തും ഇങ്ങനെ ആദ്യം ഞാൻ ഒറ്റമൂലി കാര്യങ്ങളൊക്കെ ചെയ്യും, അതായത് പനിക്കൂർക്കയില ഇതൊക്കെ ചെയ്യും, മരുന്ന് കൊടുക്കാനുള്ള മടി കൊണ്ടേ. പിന്നെ അതും കയ്യിൽ നിൽക്കില്ലാന്ന് തോന്നുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന മരുന്ന് എടുത്ത് കൊടുക്കണേ. പിന്നെ അതങ്ങ് മൂർച്ഛിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന, പനി കാര്യങ്ങളൊക്കെ കൂടും, പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് എന്നാന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിച്ച ആ സെക്കൻഡ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയേ. ഞാൻ പറഞ്ഞു ഇനി എന്താണല്ലോ ഒരു പരീക്ഷണത്തിനും ഇല്ല, ഇവിടെ നിൽക്കുന്ന മെഡിസിൻ അവർ കൊടുക്കണേ ഇല്ല, ഇത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നത്, എന്നാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്നു. ഡോക്ടർ ആൻറ്റിബയോട്ടിക് തന്നു, പിന്നെ ജലദോഷത്തിൻ്റെ മരുന്ന് തന്നു. അങ്ങനെ കുറവായി വരുന്നുണ്ട്. 2 ദിവസം ആൾ ഫുൾ ടയേർഡായിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു. അത്ര കാര്യമായിട്ട് പനിച്ചില്ല, പക്ഷേ ഈ ജലദോഷം വരാൻ നേരത്താണല്ലോ, അന്നേരം നല്ല വഴക്കായിരുന്നു കേട്ടോ. അതേ ഇവിടെ അനിയത്തിക്കുട്ടീനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടേ. അപ്പോൾ ആളിവിടെ വാരി ഏറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ എല്ലാവരും സന്തോഷകരമായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനുമുത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി പേര് കാത്തിരിപ്പുണ്ടെന്ന് അറിയായിരുന്നു. ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്, ഷോർട്സ് കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. അപ്പോൾ ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞിനുമുത്തിൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ പെങ്ങളും. അവർ ട്വിൻസാണ് കേട്ടോ. അവരെല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും നമ്മുടെ ചാനലിൽ അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.